കാളന്തിയും കാളന്തിയെ രക്ഷിക്കാനെത്തിയ കാളിയനും ഇത്തവണ ഡൽഹി തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമോ? സ്വാധീനിച്ചാലും ഇല്ലെങ്കിലും കാളന്തിയിൽ കാളകൂട വിഷം കലർത്തിയ കാളിയന് ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേതാക്കളുടെ മുഖമാണ്. രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം പുരാണത്തിലെ കാളന്തിയേക്കാൾ വിഷലിപ്തമാണ് ഇന്ന് യമുന. പുരാണങ്ങളിൽ പറയുന്ന ഈ നദിയുടെ മറ്റൊരു പേര് കാളിന്തി. കാളിന്തിയിൽ വിഷം കലർത്തിയത് കാളിയനാണെങ്കിൽ ഇന്ന് കാളിയന്റെ സ്ഥാനത്ത് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് ഹരിയാന സർക്കാരിനെയാണ്. കാളിയ മർദ്ദനം നടത്തിയ ശ്രീകൃഷ്ണനാകാൻ ശ്രമിക്കുകയാണ് ആം ആദ്മി പാർട്ടി അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ. ഹിമാലയത്തിൽ നിന്ന് ഉദ്ഭവിച്ച് പ്രയാഗ്രാജിൽ ഗംഗയുമായി കൂടിച്ചേരുന്ന രാജ്യത്തെ തന്നെ ഏറ്റവും നീളം കൂടിയ നദികളിലൊന്നാണ് യമുന. കുടിക്കാനും കുളിക്കാനും കൃഷിക്കുമെല്ലാം ദശലക്ഷക്കണക്കിന് ജനങ്ങൾ നൂറ്റാണ്ടുകളായി ആശ്രയിക്കുന്ന ജലസ്രോതസ്. ആ യമുനയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ. യമുനയുടെ പുണ്യം ഇന്ന് പുരാണങ്ങളിൽ മാത്രം. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിട്ടും നടപ്പാക്കാൻ കഴിഞ്ഞില്ലെന്ന് കേജ്രിവാൾ തന്നെ സമ്മതിച്ച കാര്യമാണ് യമുന ശുചീകരണം. BJPയും കോൺഗ്രസും ഇത് ആയുധമാക്കിയപ്പോഴാണ് ഡൽഹിയിൽ കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന യമുന വെള്ളത്തിൽ ഹരിയാന സർക്കാർ വിഷാംശം കലർത്തുന്നുവെന്ന അരവിന്ദ് കേജ്രിവാളിന്റെ പരാമർശം. കേജ്രിവാളിന്റെ ആരോപണം ആം ആദ്മി പാർട്ടിയും മുഖ്യമന്ത്രി അതിഷിയും ഏറ്റുപിടിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതലുള്ള BJP നേതാക്കളും കോൺഗ്രസും എത്തിയതോടെ യമുനയിലെ മാലിന്യത്തെക്കാൾ വലിയ വിഷം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കലർന്നു. ഡൽഹിയിലേക്കുള്ള വെള്ളത്തിൽ ഹരിയാന അമിതതോതിൽ അമോണിയം കലക്കി വിഷമയമാക്കുന്നു എന്ന് വരെയായി കേജ്രിവാളിന്റെ ആരോപണം. കേരളവും തമിഴ്നാടും തമ്മിലുള്ള മുല്ലപ്പെരിയാർ തർക്കം പോലെ, കർണാടകവും തമിഴ്നാടും തമ്മിലുള്ള കാവേരി തർക്കം പോലെ ഡൽഹിക്കും ഹരിയാനയ്ക്കുമിടയിൽ യമുന ജലം പങ്കിടൽ എല്ലാ കാലത്തും തർക്ക വിഷയമാണ്. ഡൽഹി നിയമസഭ രൂപീകൃതമായത് 1993-ലാണ്. അന്ന് തൊട്ട് തർക്കവും തുടങ്ങി. ഡൽഹിക്ക് വെള്ളം വിട്ടു നൽകാൻ 1995-ൽ സുപ്രീം കോടതി ഉത്തരവുണ്ടായെങ്കിലും തർക്കം ഇപ്പോഴും പരിഹരിക്കാതെ നിൽക്കുന്നു. ഡൽഹിക്ക് ജലവിഹിതം ഹരിയാന ഉറപ്പാക്കണമെന്ന് സുപ്രീം കോടതി പലതവണ ഉത്തരവിട്ടിട്ടുണ്ട്. 2003-ൽ ഡൽഹി മുങ്ങിയപ്പോൾ ഹത്നികുണ്ട് ബാരേജിൽ നിന്ന് ഹരിയാന മനഃപൂർവ്വം അധിക ജലം തുറന്നുവിട്ടാണെന്ന ആരോപണവും അധിക ജലം ആവശ്യപ്പെട്ട് 2024-ൽ അന്ന് ജലമന്ത്രിയായിരുന്ന അതിഷി നിരാഹാരമിരുന്നതും യമുന തർക്കത്തിൽ ചിലതു മാത്രം. തർക്കം തുടരുകയാണ്. അപ്പോഴും ഒരു കാര്യം ഉറപ്പ്: യമുനയിൽ ഒഴുകിയ വെള്ളത്തേക്കാൾ കൂടുതൽ കോടികൾ യമുനയുടെ പേരിൽ ഒഴുകിപ്പോയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പല വഴിക്കെന്ന് മാത്രം. യമുന തീരത്ത് നിന്ന് ക്യാമറമാൻ KP ദിനേശിനൊപ്പം ER രാഗേഷ്, News 18.